അങ്ങനെ നമ്മുടെ അനുമോളോടുള്ള അനീഷേട്ടൻ്റെ പ്രണയം അനീഷേട്ടൻ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അനുമോളെ. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും അറിയത്തില്ല, ഇതൊരു പ്രമോ മാത്രമാണ്. അപ്പം നമുക്ക് നാളെ അറിയാൻ പറ്റത്തുള്ളൂ. അനീഷേട്ടൻ നമ്മുടെ അനുമോളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയാണ് ഒരുപാട് മാറ്റങ്ങളുണ്ട്, പണ്ടത്തെ പോലെയല്ല, അനീഷേട്ടൻ ഒരുപാട് മാറി. എന്നാൽ പിന്നെ നമ്മൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നൊരു ചോദ്യമായിരുന്നു അനീഷേട്ടൻ ചോദിച്ചത്. ഇത് കേട്ടിട്ട് നമ്മുടെ അനുമോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അനുമോൾ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നതായിട്ട് കാണിക്കുന്നില്ല, പ്രമോയിൽ ഇങ്ങനെ ചിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതേപോലെ നമ്മുടെ ഫിനാലയിലേക്ക് ഇനി വെറും 9 ദിവസങ്ങൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമല്ല. അനീഷേട്ടന് ശരിക്കും പ്രേമമാണോ? എന്തായാലും അനുമോൾക്ക് അങ്ങനെ ആവാൻ വഴിയില്ല. അനുമോൾ ഇതൊക്കെ ഒരു കളി പോലെയാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ സ്റ്റാർ മാജിക്കിലായിരുന്ന സമയത്തും അനുമോളുടെ കോമ്പോ പിടിച്ച് തങ്കു എന്ന് പറഞ്ഞൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിലാണ് അനുമോൾ ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ അനീഷേട്ടന് അതൊരു റിയൽ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ബിക്കോസ് ഓൾറെഡി ക്രഷുള്ള ആരെയാണെന്ന് ചോദിച്ചപ്പോൾ അനുമോളുടെ പേര് പറഞ്ഞു. അതിനുശേഷം അനുമോളോടൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് അനീഷേട്ടൻ കാണിക്കുന്നുണ്ട്, അനുമോൾ അങ്ങോട്ടും കാണിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ളൊരു കോംബോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം അത് എന്ത് തന്നെ ആയാലും നാളത്തെ എപ്പിസോഡിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അനീഷേട്ടൻ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അനുമോളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പല സന്ദർഭങ്ങളിൽ. അപ്പം മേ ബി എല്ലാവരും കളിയാക്കുന്ന സമയത്ത് തോന്നിപ്പോകാമായിരുന്ന ഒരു കാര്യമായിരിക്കാം, പോയാൽ പോട്ട് എന്നൊരു പേരിൽ ചിലപ്പം ചോദിച്ചു പോയതുമാകാം. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇവിടെ ചോദിക്കരുതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് അനുമോൾക്ക് എന്തായാലും അങ്ങനെ കാണത്തില്ല എന്നൊരു 100% ഷുവർട്ടി ഉണ്ട്. അവരുടെ ആ ഒരു നല്ല ബന്ധം അവിടെ അങ്ങ് ഡ്രോപ്പ് ആവാൻ ഇത് മതിയല്ലോ. അപ്പോൾ ആൾക്കാരിനി അതിനെക്കുറിച്ച് പലതും പറയാൻ സാധ്യതകളുണ്ട്. പല കമൻസിലും കണ്ടു അനുമോളെ അനീഷേട്ടൻ ആ ഒരു ആശ കൊടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ. അനുമോൾ അങ്ങനത്തെ ഒരു ആശകളൊന്നും കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അനുമോൾ ആസ് യൂഷ്വൽ ഒരു നോർമൽ കണ്ടസ്റ്റൻസ്, അല്ലെങ്കിൽ അനീഷേട്ടൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സ്നേഹം കെയർ തിരിച്ച് കാണിക്കുന്നു എന്നതിനപ്പുറത്തേക്കൊന്നും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് റിയൽ ആണോ അല്ലെങ്കിൽ ഇത് ചുമ്മാ അവർ തമാശയ്ക്ക് ചോദിക്കുന്നതാണോ അതോ ക്യാഷ്വലായിട്ട് ചോദിക്കുന്നത് ഈ പ്രമോയിൽ കുറച്ച് എഫക്റ്റ് ഒക്കെ ഇട്ട് വരുന്നതാണോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.